ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ കാര്യമാണെങ്കിൽ അതൊരു നിർബന്ധിതമല്ല വന്ദേ മാതരം ആലപിക്കുന്നത്, പക്ഷേ അവഹേളിക്കരുത് എന്നതേ ഉള്ളൂ. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതാണ് ശരി. നമ്മുടെ മുഹമ്മദ് അമീർ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിന് അവരുടെ വിശ്വാസപരമായ കാരണങ്ങളാൽ ഇതിനോട് ഒരു വിയോജിപ്പ് ഉണ്ടാകുന്നതിനെ നമ്മൾ ബഹുമാനിക്കണം. കാര്യം മുസ്ലിം മതവിശ്വാസികൾക്ക്, ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക്, ജൂത മതവിശ്വാസികൾക്ക് ഒരു ശക്തമായ ഏകദൈവ വിശ്വാസ സമ്പ്രദായമുണ്ട്. മുസ്ലിങ്ങൾ ഇത് പാടുന്നെങ്കിൽ അത് അവരുടെ നല്ല മനസ്സും അവരുടെ അക്കോമഡേഷനുമാണ്. പാടിയില്ലെങ്കിൽ അവരുടെ നിലപാടിനെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ട് കഴിയണം? അവരുടെ വിശ്വാസപ്രകാരം അള്ളാഹു അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വിശ്വാസപ്രകാരം യഹോവ, യാഹ്വേ, ഈ ഏകദൈവ സങ്കല്പങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ 1870 എഴുതിയ വന്ദേമാതരത്തിൽ 2 സ്റ്റാൻസയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്ന 2 സ്റ്റാൻസ. 1882 ആവുമ്പോഴാണ് 4 സ്റ്റാൻസ കൂടി ചേർത്ത് 6 സ്റ്റാൻസ ആകുന്നത്. ഇത് വളരെ സന്തോഷത്തോടെ നമ്മൾ എല്ലാം പാടിയിരുന്നു. പക്ഷേ പിന്നീട് തർക്കവും മറ്റും വരികയും എതിരഭിപ്രായങ്ങൾ വരികയും ചെയ്തപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് തന്നെ ഇരുന്ന കാലത്ത് മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ സമവായം എടുത്തു. ആ സമവായം എന്താ? നമുക്ക് ആദ്യ 2 പാരഗ്രാഫ് പാടാം. നമ്മൾ നാഷണൽ സോങ്ങിന്റെ സ്റ്റാറ്റസ് അക്കോർഡ് ചെയ്യുന്ന എന്തിനാണ്? ആ ആദ്യ 2 പാരഗ്രാഫുകൾക്കാണ്. അത് മറ്റൊരു സഹോദരന് അവരുടെ ദൈവവിശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ എണീച്ചു നിൽക്കും. എനിക്ക് തോന്നുന്നില്ല ശ്രീ മുഹമ്മദ് അമീറിന് എണീച്ചു നിൽക്കുന്നതിന് എന്തെങ്കിലും വിരോധം ഉണ്ടാവുമെന്ന്. നമ്മുടെ യഹോവ സാക്ഷികൾ ചെയ്യുന്നത് പോലെ അവർ എണീച്ചു നിൽക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ വിശ്വാസങ്ങൾ ബാക്കിയുള്ള ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. യഥാർത്ഥത്തിൽ ഇത്തരം വിവാദങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതും കൂടെയാണ്. അതായത് യഥാർത്ഥത്തിൽ ഒന്ന് തിരിഞ്ഞാലോചിച്ചാൽ വന്ദേമാതരം നമ്മുടെ നാടിന്റെ, നമ്മൾ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ നന്മകളിലൊന്നാണ്. നമ്മുടെ നാടിനെ, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എല്ലാം ഏറ്റവും ആവേശഭരിതമാക്കിയ ഒരു സോങ് ചില മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിന് ശരിയല്ലാത്ത രീതിയിൽ ബാധിക്കുമെന്ന ഒരു ചിന്ത വരും. അപ്പോ നമ്മുടെ രാഹുൽ, താങ്കൾ പറയുന്ന രീതിയിലാണെങ്കിൽ ഈ ബില്ലിനെ എതിർക്കേണ്ട കാര്യമില്ല. പക്ഷെ പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുകയാണ് രാജ്യസഭയിൽ. അവർ പറയുന്നത് ഈ ദേശീയത അടിച്ചേൽപ്പിക്കുന്നു, മതേതര സ്വഭാവം ഇല്ലാതാക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവർ ശങ്കിക്കുന്നത് ഇത് നിർബന്ധമാക്കും, ഇത് ആലപിച്ചില്ലെങ്കിൽ അവരെ ദേശസ്നേഹികൾ അല്ലെന്ന് മുദ്രകുത്തും തുടങ്ങിയ കാര്യങ്ങളാണ്. അങ്ങനെയല്ല. പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ലാംഗ്വേജ് ഈ വിഷയത്തിൽ ശരിയല്ല. അത് ഞാൻ സത്യസന്ധമായി തുറന്നു പറയാണ്. എന്റെ സുഹൃത്ത് മുഹമ്മദ് അമീറിനോട് എനിക്കുള്ള റിക്വസ്റ്റ്, നമ്മൾ സത്യസന്ധമായി ഈ വിഷയം പറയണം. ആ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് മതേതരത്വത്തിന്റെ പ്രശ്നം എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മുസ്ലിം മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസപ്രകാരം വളരെ പവിത്രമായി അവർ കാണുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിനുള്ള വിശ്വാസം, ഷിർക്ക് പോലുള്ള സങ്കല്പങ്ങൾ, അവരുടെ മോണോതീസം, ഏകദൈവ വിശ്വാസം. ഇത് തന്നെ യഹോവയിലും ഇത് തന്നെ മോസസിലും ഇത് തന്നെ ജൂതന്മാരിലും ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ ഹിന്ദുക്കൾ അങ്ങനെയല്ല. നമ്മൾ ഒരു പ്ലൂറലിസ്റ്റിക് ഫ്രെയിംവർക്കോ പോളിതീയിസ്റ്റിക് ഫ്രെയിംവർക്കോ പാൻതീയിസ്റ്റിക് ഫ്രെയിംവർക്കോ ഒക്കെ ഉള്ളതാണ്. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ ഒരു ബഹുസ്വര ഫ്രെയിംവർക്കാണ്. പാൻതീയിസം എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെ ദൈവം എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കാണ്. ബഹുദൈവ വിശ്വാസമെന്നോ അല്ലെങ്കിൽ ഏകം സത് വിപ്ര ബഹുദാ വദന്തി എന്നുള്ളൊരു, അതായത് സത്യം ഒന്നാണ് പക്ഷെ ദൈവങ്ങളിലൂടെ റെപ്രസെന്റ് ചെയ്യാം എന്ന വിശ്വാസം ഉള്ളവരാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് മറ്റൊരു ചിന്താ പദ്ധതിയാണ്. നമ്മൾ അതിനെ ബഹുമാനിച്ചു പോകുന്ന രാജ്യമാണ്. അപ്പൊ ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രീ മുഹമ്മദ് അമീർ, രാഹുൽ പറയുന്നതും ശ്രീജിത്ത് പറയുന്നതും വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതൊരു അടിച്ചേൽപ്പിക്കൽ അവിടെ വരില്ല. മഞ്ജുഷ് ഒരു സെക്കൻഡ്, ഞാൻ ഒരു വരിയും കൂടെ തീർത്തോട്ടെ. അപ്പൊ ഈ സമവായത്തിന്റെ പേരാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ മനോഹാരിത. മഞ്ജുഷും ഞാനും ജനിച്ചു വളർന്നു വന്നപ്പോ നമ്മളെ വീണ്ടും വന്ദേമാതരം പാടിച്ചത് അല്ലാ റഖാർ റഹ്മാൻ എന്ന AR റഹ്മാനാണ്. അതായത് ജീവിതം കൊണ്ടൊരു ഹിന്ദുവായി ജനിച്ച് എന്നാൽ ജീവിതത്തിലൂടെ ഇസ്ലാം മതം കണ്ടെത്തി സൂഫി പാരമ്പര്യങ്ങളടക്കം താല്പര്യമുള്ള ആ AR റഹ്മാനാണ് നമ്മൾക്ക് വന്ദേമാതരം വീണ്ടും പാടിച്ചത്. നമ്മുടെ ജയ് ഹിന്ദ് തരുന്നത് ആബിദ് ഹസൻ സഫ്രാനിക്കാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അസീമുള്ള ഖാൻ, മാതൃദേവതൻ ഭാരത് അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് ഇന്ന് വ്യാഖ്യാനിക്കുന്ന മന്ത്രങ്ങൾ, അല്ലെങ്കിൽ മന്ത്രങ്ങളല്ല, ക്ഷമിക്കണം, വാക്യങ്ങൾ ആദ്യം വരുന്നത് ഈ മുസ്ലിം സഹോദരങ്ങളുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ മുസ്ലിം സമൂഹത്തെ റീഫൻസ് ചെയ്യാനോ അപരവൽക്കരിക്കാനോ ഇത് യൂസ് ചെയ്യാതെ അവരെയും കൂടെ വിശ്വാസത്തിലെടുത്ത് അവരെണീറ്റ് മതി. ശരി, ശ്രീ മുഹമ്മദ് അമീർ, അങ്ങനെയാണെങ്കിൽ രാഹുൽ പറയുന്നതും ഒരു പരിധിവരെ ശ്രീജിത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.